Dear students, welcome to my new video. ഇന്ന് നമ്മൾ ക്ലാസ് 4 ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് 1 സെക്കൻഡ് ചാപ്റ്റർ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളത് നോക്കി നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നെഹാസ് അലാം ക്ലോക്ക്. നെഹയുടെ അലാം ക്ലോക്ക്. നറേറ്റർ. റിങ് റിങ് റിങ്. നറേറ്റർ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആൾ, അതാണ് നറേറ്റർ. അപ്പം നമ്മൾ ഇന്നത്തിലൊരു കഥ പറയുന്ന ആളുണ്ട്. ആ കഥ പറയുന്ന ആൾ പറയുകയാണ് റിങ് റിങ് റിങ്. ഒരു സൗണ്ടാണ്. എന്തിൻ്റെ സൗണ്ടാണ് നോക്കാം. ഓഫ് ഗോസ് ദ അലാം ക്ലോക്ക് അറ്റ് 6 in the morning. രാവിലെ 6 മണിയായപ്പോൾ ക്ലോക്ക് അലാം അടിച്ചതാണ്. അലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ അലാറം എന്ന് പറയത്തില്ലേ, അത് തന്നെ. ക്ലോക്കിൻ്റെ അലാറം അടിച്ചതാണ്. നേഹ മേക്സ് എ ഫേസ് ആൻഡ് കവറിങ് ഹെയർ ഇയേഴ്സ് വിത്ത് എ പില്ലോ. നമ്മളെപ്പോഴും അലാം അടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അയ്യോ അടിച്ചല്ലോ എന്ന് വിചാരിച്ച് മുഖമൊക്കെ ചുളിക്കിച്ച് വെക്കും അല്ലേ? നേഹയും അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? പില്ലോ എടുത്തെന്ന് പറഞ്ഞാൽ പില്ലോ എന്താണ്? തലേണ എടുത്ത് ചെവി പൊത്തി പിടിച്ചു. ആൻഡ് സ്നഗിൾസ് അണ്ടർ ദ വാം ബ്ലാങ്കറ്റ്. സ്നഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് നമ്മൾ ചുരുണ്ട് കൂടി പുതപ്പിനകത്തേക്ക് കിടക്കത്തില്ലേ, ഇച്ചിരൂടെ സുഖം പിടിച്ച്, അങ്ങനെ അവൾ കിടന്നു. ബ്ലാങ്കറ്റ് മീൻസ് പുതപ്പ്. ബട്ട് ഷീ നോസ് ഷീ ഹാസ് ടു ഗെറ്റ് അപ്പ്. പക്ഷേ നേഹയ്ക്കറിയാം എണ്ണീറ്റേ പറ്റൂ. ഷീ മട്ടേഴ്സ് ടു ഹെർസെൽഫ്. മട്ടേഴ്സ് മീൻസ് പിറുപിറുക്കുക, അതായത് പതിയെ ചെറിയ വോയിസ് സംസാരിക്കുന്നതിനാണ് പറയുന്നത്. അവളോട് തന്നെ പിറുപിറുത്തു. അയ്യോ ഇനി എണ്ണീക്കണമല്ലോ, നമ്മളും അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? Neha, this alarm clock always ring at 6 and pulls me out of the bed. ഈ അലാം ക്ലോക്ക് എന്നും 6 മണിക്ക് അടിച്ചിട്ട് എന്നെ ഈ ബെഡിൽ നിന്ന് എണ്ണീപ്പിക്കും. ഇറ്റ്സ് സോ അൺഫെയർ. ഇത് ഒട്ടും ശരിയല്ല. ഹൗ ഐ വുഡ് ലവ് ടു സ്ലീപ്പ് ഇൻ ലിറ്റിൽ ലോങ്ങർ ഇൻ ദ മോർണിംഗ്. ഈ രാവിലെ കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങാൻ എനിക്ക് എന്തൊരാഗ്രഹമാണ്. ഐ വിഷ് ദിസ് ക്ലോക്ക് വുഡ് ഫോർഗെറ്റ് ഇറ്റ്സ് ജോബ് സം ടൈംസ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എന്താണ് ഈ അലാം ക്ലോക്ക് ഇതിൻ്റെ ജോലി. ജോബ് മീൻസ് ജോലി ഒന്ന് മറന്നുപോയത്. അലാം ക്ലോക്കിൻ്റെ ജോലി എന്താ? കറക്റ്റ് സമയത്ത് അലാം അടിക്കുക അല്ലേ? നറേറ്റേഴ്സ്. സംതിങ് ഫോൾസ്. നേഹ സ്മൈൽസ്. എന്തോ താഴെ വീണു. നേഹ ചെറുതായിട്ട് പുഞ്ചിരിച്ചു. എന്തായിരിക്കും താഴെ വീണേ നോക്കാം കേട്ടോ. നേഹ. മൈ ക്ലോക്ക് ഹാസ് ഫോളൻ. എൻ്റെ ക്ലോക്ക് താഴെ പോയി. ഹൗ ഹാപ്പി ഐ എം. ഞാൻ എന്ത് ഹാപ്പി ആയിരിക്കുന്നു. കാര്യം എന്താണ്? ടുമോറോ ഐ ക്യാൻ ഗെറ്റ് അപ്പ് ലേറ്റ്. നാളെ എനിക്ക് 6 മണിക്ക് എണ്ണീക്കണ്ടല്ലോ, അലാം അടിക്കത്തില്ലല്ലോ, അപ്പോൾ എനിക്ക് താമസിച്ച് എണ്ണീറ്റാൽ മതി. നറേറ്റർ. നെക്സ്റ്റ് മോർണിംഗ് ദർ ഈസ് നോ അലാം. അടുത്ത ദിവസം എന്തില്ല? അലാം അടിച്ചില്ല. കാര്യം എന്താ? ക്ലോക്ക് താഴെ വീണ് പോയി. സോ നേഹ സ്ലീപ്സ് ആൻഡ് സ്ലീപ്സ്. സോ നേഹ കിടന്നുറങ്ങാൻ തുടങ്ങി. ദ സ്മോൾ ചിർപ്പി ബേർഡ്സ് which come to the windowsill every morning find Neha still sleeping. നമുക്കറിയാമല്ലോ, ബേർഡ്സ് രാവിലെ വന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും അല്ലേ? കിലുകിലുകിലെല്ലാന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്ന ബേർഡ്സ്. ചിർപ്പി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ബേർഡ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ചിർപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബേർഡ്സ്. ഈ ബേർഡ്സ് വിൻഡോസിൽ എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ താഴത്തെ ഭാഗം, നമുക്കറിയാമല്ലോ, ജനാലയുടെ അരികിൽ രാവിലെ വന്നിരുന്ന് നോക്കിയപ്പോൾ നമ്മുടെ നേഹ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. ബേർഡ്സ്. വേക്കപ്പ് ഡിയർ, വേക്കപ്പ് ഫാസ്റ്റ്. അപ്പം ബേർഡ്സ് നേഹയോട് പറയണം, ഡിയർ പ്രിയപ്പെട്ട നേഹ, ഇന്നിക്ക്. വേക്കപ്പ് മീൻസ് ഉണരൂ പ്രിയപ്പെട്ട നേഹയെ, വേക്കപ്പ് ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് എണ്ണീക്കൂ. നറേറ്റർ. നേഹ ഗെറ്റ് അപ്പ് വിത്ത് എ സ്റ്റാർട്ട്. വളരെ ഒരു ഞെട്ടലോടുകൂടി നമ്മുടെ നേഹ എണ്ണീറ്റു. നേഹ. നോ, if it's not the alarm clock, it's these birds. Why don't they leave me alone? അയ്യോ, ഇന്ന് അലാം ക്ലോക്ക് ഇല്ല, പക്ഷെ ആരാണ് ഇന്ന് എന്നെ ഉണർത്തുന്നത്? ബേർഡ്സ്. ഈസ് ദീസ് ബേർഡ്സ് വൈ ഡോണ്ട് ദേ ലീവ് മീ അലോൺ. ഇവർക്ക് എന്താണ് എന്നെ വെറുതെ വിട്ടാൽ, എന്നെ തനിയെ വിട്ടാൽ എന്താണ് പ്രശ്നം? നറേറ്റർ. ഈവൻ ദിസ് വിഷ് ഓഫ് നേഹ കംസ് ട്രൂ. നേഹയുടെ ഈ ആഗ്രഹവും സാധിച്ചു, അല്ലെ സത്യമായി. എന്താണ്? ദ നെക്സ്റ്റ് മോർണിംഗ് ദർ ഈസ് നോട്ട് ഓൺലി നോ അലാം ക്ലോക്ക്, ദർ ആർ നോ ബേർഡ്സ് ഐദർ.
അലാം ക്ലോക്കും അടുത്ത ദിവസം അടിച്ചില്ല, ബേർഡ്സ് വന്ന് അവളെ വിളിച്ചുമില്ല. ബട്ട് ദെയർ ഈസ് സമ്മൺ എൽസ് ഹൂ ഡസ് നോട്ട് വാണ്ട് ഹെർ ടു മിസ് ദ സ്കൂൾ ബസ്. പക്ഷേ വേറെ ആർക്കോ നേഹ സ്കൂൾ ബസ് മിസ് ചെയ്യില്ല, അല്ലെ, നേഹയ്ക്ക് സ്കൂൾ ബസ് കിട്ടാതെ പോകരുത് എന്ന് ആഗ്രഹിച്ചു. ആരാണ്? ക്യാൻ യു ഗസ് ഹൂ ഇറ്റ് ഈസ്? ആരാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ, ഊഹിച്ച് പറയാമോ? ദ ബിഗ് ബ്രൈറ്റ് സൺ. ആരാന്നറിയാമോ? നല്ല ഷൈനിങ് ആയിട്ടുള്ള സൺ, സൂര്യൻ, അല്ലേ, വലിയ ഷൈനിങ് ആയിട്ടുള്ള തിളങ്ങുന്ന സൂര്യൻ. ഹി ഫിൽസ് നേഹാസ് റൂം വിത്ത് വാം സ്മൈൽ. നമ്മുടെ ആ സണ്ണ് നേഹയുടെ മുറി നിറച്ച് നല്ല ചൂടുള്ള പുഞ്ചിരി സമ്മാനിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? നേഹയുടെ റൂം നിറച്ച് സൺലൈറ്റ് വീണു രാവിലെ. നേഹ, ഓ മൈ ഐസ്, നൗ ഇറ്റ് ഈസ് ദ സൺ വേക്കിംഗ് മീ അപ്പ്. ഓ, എൻ്റെ കണ്ണ് വെട്ടമടിച്ചപ്പോൾ, അല്ലേ, നേഹയുടെ കണ്ണിലേക്ക് വെട്ടമടിച്ചപ്പോൾ നേഹ പറയാണ്, ഓ, ഇന്ന് എന്നെ സണ്ണാണ് ഉണർത്തിയത്. വൈ ക്യാൻ ഹി ലെറ്റ് മീ ബി? എന്തിനാണ് എന്നെ ഇങ്ങനെ ഉണർത്തിയത്? എന്നെ വെറുതെ വിട്ടുകൂടെ? നറേറ്റർ, ഈവൻ ദിസ് വിഷ് ഓഫ് നേഹ കംസ് ട്രൂ. അടുത്ത ദിവസം നേഹയുടെ ഈ ആഗ്രഹവും സാധിച്ചു. എന്താണ്? നെക്സ്റ്റ് മോർണിംഗ് ദ സൺ ഈസ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. അടുത്ത ദിവസം മേഘങ്ങൾക്കിടയിൽ ആയിപ്പോയി ആര്? ഈ സണ്ണ്. സോ നേഹ സ്നോസ് ടിൽ ഷീ ഹേഴ്സ് ഹെർ മദേഴ്സ് വോയിസ്. സ്നോസ് മീൻസ് കൂർക്കം വലിക്കുക. നമ്മൾ ഉറക്കത്തിൽ ശബ്ദം ഉണ്ടാക്കത്തില്ലേ, അതുകൊണ്ട് നമ്മുടെ നേഹ ആരും വിളിക്കാനോട് കിടന്നുറങ്ങി. എപ്പോൾ വരെയാണെന്നുണ്ടെങ്കിൽ കൂർക്കം വലിച്ചിറങ്ങി, അമ്മയുടെ ശബ്ദം കേൾക്കുന്നവരെ. മദർ, വേക്കപ്പ് സ്ലീപ്പി ഹെഡ്. ഉണരൂ. സ്ലീപ്പി ഹെഡ് മീൻസ് സ്ലീപ്പി പേഴ്സൺ. ഈ ഉറങ്ങുന്ന ആളെ എണ്ണീക്ക് എന്ന് നേഹയോട് അമ്മ പറയാണ്. യു വിൽ മിസ് ദ ബസ്. നിനക്ക് ബസ് നഷ്ടപ്പെടും. നേഹ, ഓ നോ, വൈ ഡസ് മദർ ഹാവ് ടു വേക്ക് മീ അപ്പ്? യോ, ഇന്നിപ്പോൾ അമ്മ എന്നെ ഉണർത്തി. നേഹയ്ക്ക് ആപ്പാടെ പ്രശ്നം. നറേറ്റർ, there is no escape now. ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല. നേഹ ഗെറ്റ് അപ്പ് ആൻഡ് ഗെറ്റ് റെഡി. എന്ത് ചെയ്തു? നേഹ എണ്ണീറ്റ് റെഡിയായി സ്കൂളിൽ പോകാൻ വേണ്ടി. ക്യാൻ യു ഇമാജിൻ വാട്ട് ഹാപ്പൻസ് ദ നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നേഹ വേക്കപ്പ് വിത്ത് എ സ്റ്റാർട്ട്. അടുത്ത ദിവസം നേഹ തനിയെ ഒരു ഞെട്ടലോടെ എണ്ണീറ്റു. എന്താ കാര്യം? ഹെയർ വാച്ച് സീസ് ഇറ്റ് ഈസ് 6 o'clock. നോക്കിയപ്പോൾ കറക്റ്റ് 6 മണി ആയതേ ഉള്ളൂ അവിടെ വാച്ചയിൽ. ഷീ കോൾസ് ഔട്ട് ടു ഹിയർ മദർ. എന്ത് ചെയ്തു? ഷീ കോൾസ് ഔട്ട് ഹെർ മദർ. അമ്മയെ വിളിച്ചു അവളെ. എന്താ വെച്ച് വിളിച്ച? നേഹ, മാ ഹൂ വോക്ക് അപ്പ് ടുഡേ? ഇത് അമ്മ ഇന്ന് ആരാ എന്നെ ഉണർത്തിയത്? നറേറ്റർ, മദർ സ്മൈൽസ്. അമ്മ പതിയെ ചിരിച്ചു. മദർ, ഹൂ എൽസ്? യു ഓഫ് കോഴ്സ്. ആര് വിളിച്ചു? നീ തന്നെ ഉണർന്നത്. നേഹ, ബട്ട് ഐ എം സ്ലീപ്പിംഗ്, ഹൗ കുഡ് ഐ? ഞാൻ ഉറങ്ങുമല്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഉണർന്നേ? മദർ, നൗ ടെൽ മീ, വൈ ഡു യു ഈറ്റ് യുവർ ലഞ്ച് എവരി ഡേ അറ്റ് 1 in the afternoon? എന്നും ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് നീ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? ഐ ഫീൽ ഹംഗ്രി. എനിക്ക് വിശക്കും, അപ്പം ഞാൻ കഴിക്കും. വൈ ഡു യു സ്ലീപ്പ് അറ്റ് 9 എവരി നൈറ്റ്? എല്ലാ രാത്രിയും 9 മണിയാകുമ്പോൾ നീ ഉറങ്ങുന്നതോ? ബിക്കോസ് ഐ ഫീൽ സ്ലീപ്പി. എനിക്ക് ഉറക്കം വരും. മദർ, there is a clock inside you which tells you when you eat, when you sleep and when you wake up. നിൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു ക്ലോക്കുണ്ട്. ആ ക്ലോക്കാണ് നമ്മളോട് പറയുന്നത് നിനക്ക് ആഹാരം കഴിക്കാൻ സമയമായി, നിനക്ക് ഉറങ്ങാൻ സമയമായി, നിനക്ക് ഉണരാൻ സമയമായി എന്നൊക്കെ. ദാറ്റ് മീൻസ് നമ്മുടെ ശരീരത്തിനകത്തൊക്കെ ക്ലോക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അല്ല, പിന്നെന്താണ്? ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ നമ്മുടെ ബോഡി തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നേഹ, ഓ ഐ ബെറ്റർ റഷ് നൗ, ഐ ഡോണ്ട് വാണ്ട് മിസ് ദ ബസ്. എന്നാൽ എണ്ണീറ്റേ കഴിഞ്ഞേയും എൻ്റെ ബസ് നഷ്ടപ്പെടണ്ട, സ്കൂളിൽ കറക്റ്റ് സമയത്തിന് പോകണ്ടേ. മദർ, റിലാക്സ്, ടുഡേ ഈസ് സൺഡേ. റിലാക്സ് മീൻസ് റെസ്റ്റ്. നീ റിലാക്സ് ചെയ്ത് ടെൻഷനൊന്നും ആവണ്ട. ഇന്നെന്താണ്? സൺഡേ ആണ്, സൺഡേ ഹോളിഡേ ആണ്. നേഹ, ഓ ഓ ഓ നേഹയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം അല്ലേ, കുറച്ച് സമയം കൂടെ കിടക്കാമല്ലോ അല്ലേ. ദി സ്റ്റോറി ഈസ് അഡാപ്റ്റഡ് ഫ്രം നേഹാസ് അലാം ക്ലോക്ക് ബൈ ഗിരിജാറാണി അസ്താന. ഗിരിജാറാണി അസ്താന എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ നേഹാസ് അലാം ക്ലോക്ക് എന്ന ഭാഗമാണ്, അന്ന സ്റ്റോറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിരിജാറാണി അസ്താനയാണ്. കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്. സ്നഗിൾസ്, മട്ടാസ്, വിൻഡോസിൽ, റിലാക്സ്. ഇതിൻ്റെയൊക്കെ മീനിങ് ഇവിടെ നമുക്കൊന്ന് നോക്കാം. സ്നഗിൾ എന്ന് പറഞ്ഞാൽ ടു ലൈ കംഫർട്ടബ്ലി, നല്ല എന്താ പറയുന്നത്, കംഫർട്ടായിട്ട് നമുക്ക് സുഖത്തോടെ കിടക്കുന്നതിനാണ് പറയുന്നത്.
മട്ടർ പിറുപിറുക്കുക. സേ സംതിങ് ഇൻ ലോ വോയിസ്, പതിയെ പറയുക. സ്നോസ് സൗണ്ട് മേക്ക് ബൈ എ പേഴ്സൺ ഹു ഈസ് ഇൻ സ്ലീപ്പ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ കൂർക്കം വലിക്കുക, അതിനാണ് നമ്മൾ സ്നോർ എന്ന് പറയുന്നത്. ചെർപ്പി ബേർഡ്സ്, ചെർപ്പി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ബേർഡ്സ് അല്ലെങ്കിൽ ചിർപ്പിംഗ് ബേർഡ്സ്, അതായത് ശബ്ദം ഉണ്ടാക്കുന്ന കിളികൾ, അങ്ങനെയും പറയാം. വിൻഡോ സെറ്റ്, ബോട്ടം പാർട്ട് ഓഫ് എ വിൻഡോ, വിൻഡോയുടെ ഏറ്റവും താഴത്തെ ഭാഗം. റിലാക്സ് മീൻസ് റെസ്റ്റ്. റീഡിങ് ഈസ് ഫൺ. ഹിയർ ആർ സം ക്വസ്റ്റ്യൻ. ടിക്ക് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യണേ. വാട്ട് ടൈം ഡിഡ് നെഹാസ് ക്ലോക്ക് റിങ് എവരി മോർണിംഗ്? എല്ലാ ദിവസവും നെഹയുടെ ക്ലോക്ക് എപ്പോഴാണ് അടിച്ചുകൊണ്ടിരുന്നത്? 4 മണിക്കായിരുന്നു, 9 മണിക്കായിരുന്നു, 6 മണിക്കായിരുന്നു? യെസ്, 6 o'clock അല്ലേ. വാട്ട് ഡിഡ് ദ ബേർഡ്സ് സേ? ബേർഡ്സ് എന്താണ് പറഞ്ഞത്? സ്ലീപ്പ് ഓൺ, വേക്ക് അപ്പ്, ഗോ ആൻഡ് പ്ലേ. ഉറങ്ങിക്കൊള്ളാനാണോ? വേക്കപ്പ് മീൻസ് ഉണരാനാണോ? ഗോ ആൻഡ് പ്ലേ പോയി കളിക്കാനാണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? യെസ്, വേക്കപ്പ് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻസൈഡ് യു ദാറ്റ് മേക്സ് യു ഗെറ്റ് അപ്പ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ? എല്ലാ ദിവസവും ഒരേ സമയം നമ്മളെ ഉണർത്തുന്ന ആരാണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളത്? അവർ ബോഡി ക്ലോക്ക്, നമ്മുടെ ബോഡിയിലുള്ള ക്ലോക്ക്. അവർ ഐസ്, നമ്മുടെ കണ്ണുകൾ. അവർ ഫീറ്റ്, നമ്മുടെ കാലുകൾ. ഏതാണ്? യെസ്, അവർ ബോഡി ക്ലോക്ക്. നോക്കി, പുട്ട് ദ ലെറ്റേഴ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒരെണ്ണം അതേ നോക്കി, ജംബിൾഡ് ലെറ്റേഴ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിക്കണം. നോക്കി, ആദ്യത്തെ തന്നിട്ടുണ്ട് സ്മൈൽ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കി, നെക്സ്റ്റ് ഈസ് അലാം, നെക്സ്റ്റ് ഈസ് ക്ലോക്ക്. ദിസ് ഈസ് മോർണിംഗ് ആൻഡ് സ്നോർഡ്, SNORED. ദെൻ വിൻഡോ. ഇത്രയും വേർഡ്സാണ് മാറ്റി തന്നിരിക്കുന്നത്, അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിരിക്കുന്നത്. ഇനി നോക്കിയേ, ലിസൺസ് ദ സൗണ്ട് around you and you are on the way to school. Discuss with your friend the sound and that you heard. ഇനി നിങ്ങൾ സ്കൂളിലേക്ക് പോയപ്പോൾ നിങ്ങൾ എന്തൊക്കെ ശബ്ദങ്ങളാണ് കേട്ടത്? അത് നിങ്ങളുടെ ഫ്രണ്ട് ഏതൊക്കെ ശബ്ദമാണ് കേട്ടത്? നിങ്ങൾ കേട്ട ശബ്ദമാണ് സൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ റോഡ്, വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട്. സൗണ്ട് ഓഫ് ടോക്കിംഗ്, ആൾക്കാർ സംസാരിക്കുന്നത്. സൗണ്ട് ഓഫ് കൂൾ വിൻഡ്, ചെറിയ തണുത്ത കാറ്റിൻ്റെ ശബ്ദം. ചെർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ബേർഡ്സിൻ്റെ ശബ്ദം. ഹോൺ ഓഫ് റിക്ഷ, റിക്ഷയുടെ ശബ്ദം. ഇതൊക്കെ ഫ്രണ്ട് കേട്ട എന്തൊക്കെയാണെന്ന് അറിയാമോ? കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ്, കൂട്ടുകാരുമായിട്ടുള്ള സംഭാഷണം. പിന്നെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ. പിന്നെ രാവിലെ ആനിമൽസിൻ്റെയൊക്കെ സൗണ്ട്, ഏർലി മോർണിംഗ് എന്താ സൗണ്ട് ഓഫ് ആനിമൽസ്. ഇതൊക്കെ ആയിരിക്കും കേട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം ഇവിടെ കേട്ടോ. അതായത് നിങ്ങളുടെ ഫ്രണ്ടിനോടും നിങ്ങളും ആലോചിച്ച് എഴുതാം. മിൽക്ക് മാൻസ് വോയിസ്, മിൽക്ക് മാൻ്റെ ശബ്ദം കേൾക്കണം. റേഡിയോയുടെ ശബ്ദം കേൾക്കാം. ചിലർക്ക് TV-യുടെ സൗണ്ട് കേൾക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ എഴുതാം. ഇഫ് ദെയർ ഈസ് നോ ക്ലോക്ക് ഇൻ ദ ഹൗസ് ടു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്, ഹൗ വിൽ യു വേക്കപ്പ്? നിങ്ങളുടെ വീട്ടിൽ ക്ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് രാവിലെ എണീക്കുന്നത്? വിൽ യു കണ്ടിന്യൂ ടു സ്ലീപ്പ്? നിങ്ങൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുമോ? നോ, ഐ വിൽ വേക്കപ്പ് ദ സൗണ്ട് ഓഫ് ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ ശബ്ദം കേട്ടുണരാം. ബെൽ ഓഫ് ടെമ്പിൾ, അമ്പലത്തിലെ ബെല്ല് കേട്ടുണരാം, മണിയടിക്കുന്നത്. ഓർ ഡ്യൂ ടു ദ ലൈറ്റ് ഓർ ബ്രൈറ്റ് സൺ ദാറ്റ് വിൽ സ്പ്രെഡ് ഇൻ മൈ റൂം ഇൻ ദ മോർണിംഗ്. രാവിലെ സൺലൈറ്റിൻ്റെ പ്രകാശം നമ്മുടെ റൂമിലേക്ക് വരുമ്പം അതും കണ്ടിട്ട് നമുക്ക് എണീക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് നോവിങ് ദ ടൈം ഡ്യൂറിങ് ദ ഡേ? ദിവസം പകൽ സമയത്ത് നമുക്ക് സമയം എങ്ങനെയൊക്കെ അറിയാൻ പറ്റും? ലിസണിങ് ടു ദ റേഡിയോ, ടെലിവിഷൻ, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും അറിയാൻ പറ്റും അല്ലേ. പിന്നെ ആസ്കിങ് സം വൺ ഹു നോസ്, നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക സമയം എന്തോ ആയെന്ന്. ബൈ ജഡ്ജിങ് ദി ഇൻറ്റൻസിറ്റി ഓഫ് സൺലൈറ്റ്, സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കടുപ്പം. രാവിലെ അധികം ചൂടൊന്നും കാണത്തില്ല, പക്ഷെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അത് വ്യത്യാസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ കുറേ കണ്ണങ്ങളുണ്ട്. അതിൽ കുറച്ച് വേർഡ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് നമ്മളിതിലേക്ക് എഴുതുവാണേ, വരയ്ക്കുകയാണേ. നോക്കി, ഏതൊക്കെ വേർഡ്സാണെന്നറിയാമോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ള വേർഡ്സാണ്. ബേർഡ്സ്, ഹംഗ്രി, ക്ലോക്ക്, മദർ, അലാം, ഹോളിഡേ, ദെൻ സൺഡേ, ഹാപ്പി, മോർണിംഗ്. ഇത്രയും വേർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് എഴുതിയിട്ടുണ്ട്. ദെൻ ഉറക്കെ പറയാനുള്ളത് ഓട്ട്, ബോട്ട്, കോട്ട് ഉണ്ടോ? ഒരേപോലെ പറയുന്നതാണ്. മാറ്റർ, ചാറ്റർ, ഷാറ്റർ. നെക്സ്റ്റ്, ടിക് ടോക്ക്, ടിക് ടാക്ക്, ടെൽ ടോൾ, ടിപ് ടിൻ,
ട്രെയിൻ ടൈം, ടേക്ക് ടോം, ഇതെല്ലാം ഒരുപോലെ പറയുന്ന, കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും. ലെറ്റ്സ് റൈറ്റ് ഹൂ സെഡ് ദീസ് വേർഡ്സ് ആൻഡ് ടു ഹും. ഇതാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. വേക്കപ്പ് ഡിയർ, വേക്കപ്പ് ഫാസ്റ്റ്. ഇതാരാണ് പറഞ്ഞത്? ഹൂ സെഡ്? ബേർഡാണ് പറഞ്ഞത് അല്ലേ. ബേർഡ് ആരോടാ പറഞ്ഞത്? നേഹയോടാണ് പറഞ്ഞത് അല്ലേ. നേഹയോട് പറഞ്ഞാണ് എണീക്കാനല്ലേ. ഇത് മാ ഹൂ വോക്കപ്പ് ടുഡേ. ഇതാര് പറഞ്ഞ? ഹൂ സെഡ്? നേഹയാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? മദറിനോടല്ലേ, അമ്മയോടാണ് പറഞ്ഞത്. നെക്സ്റ്റോ, വൈ ഡു യു സ്ലീപ്പ് 9 എവറി നൈറ്റ്. എല്ലാ ദിവസവും 9 മണിക്ക് നീ എന്താ ഉറങ്ങുന്നതെന്ന് ആരാ ചോദിച്ചത്? അമ്മയാണ്. അമ്മയാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? നേഹയോട്. ഓക്കെ, നെക്സ്റ്റ് യൂസ് ദ ഹെൽപ്പ് ബോക്സ് ടു ഫിൽ ദ ബ്ലാങ്ക്സ്. ഇവിടെ നമുക്ക് ഗ്രാമർ പോർഷൻസ് ആണ്. വോസും വേറെ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന്. വോസും വേറെ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. വാസും വേറെ നമ്മൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറയാം. അതായത് ഇന്നലെ നടന്ന കാര്യം, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് നടന്ന കാര്യം, അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾക്ക് മുമ്പേ നടന്ന കാര്യം, നടന്നു കഴിഞ്ഞു, ആ കാര്യമാണ് പാസ്റ്റ് ടെൻസിലൂടെ പറയുന്നത്. ഇതിൽ വോസും വേറും എപ്പോഴാണ് ചേർക്കണമെന്നൂടെ പറയാം. വോസ് നമ്മൾ പറയുന്നത് സിംഗുലർ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളെ ഉള്ളെങ്കിൽ. വേറെ ഉപയോഗിക്കുന്നത് പ്ലൂറൽ, മോർ ദാൻ വണ്ണിൽ. നമ്മൾ സിംഗുലറും പ്ലൂറലും ഗ്രാമർ പോർഷനിൽ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്, ഗ്രാമറിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക്. അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റാം ഡാഷ് എ ഗുഡ് ഫുട്ബോൾ പ്ലെയർ. റാം ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. റാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? വാസ്. അടുത്തത് കൗസ് ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. കൗസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? കുറേ എണ്ണം ഉണ്ട് അല്ലേ. കുറേ പശുക്കൾ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? വേർ, WERE. മൈ ടോയ്സ് കളിപ്പാട്ടങ്ങൾ കുറേ എണ്ണം ഉണ്ട്. സോ നമ്മൾ എവിടെ എന്താ എഴുതണ്ടേ? വേർ. മൈ ടോയ്സ് വെയർ ബ്രോക്കൺ. എൻ്റെ ടോയ്സ് ബ്രോക്കൺ ആയിപ്പോയി, പൊട്ടിപ്പോയി. ഹെയർ ഫ്രോക്ക്, അവിടെ ഉടുപ്പ്, ഒരു ഉടുപ്പേ ഉള്ളൂ അല്ലേ. ഹെയർ ഫ്രോക്ക് ഡാഷ് ടു ലോങ്, വലിപ്പം കൂടുതലാണ്, നീളക്കൂടുതലാണ്. ഹെയർ ഫ്രോക്ക് വാസ്. ദെൻ ദ മാർക്കറ്റ് ഡാഷ് ക്ലോസ്ഡ്. മാർക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരെണ്ണമേ ഉള്ളൂ. സോ വാസ്. നെക്സ്റ്റ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ, കുട്ടികൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ? വേർ. ദ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കൾ. ദ ഫ്ലവേഴ്സ് കെപ്റ്റ് ഇൻ എ വേസ്. ഓക്കെ, വേർ. ദ ഫ്ലവേഴ്സ് വേർ. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണമുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ്. നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് ഇവിടെ കുറച്ച് ഹെൽപ്പ് ബോക്സിൽ കുറച്ച് തന്നിട്ടുണ്ട് വേർഡ്സ്. അത് നോക്കി നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. നോക്കാം. യെസ്റ്റർഡേ ഐ ലോസ്റ്റ് എ ബുക്ക്. ഇന്നലെ എനിക്കൊരു ബുക്ക് നഷ്ടപ്പെട്ടു. ഐ ലുക്ക് ഫോർ ഇറ്റ് എവരിവെയർ. ഞാൻ എല്ലായിടത്തും നോക്കി. ഐ ലുക്ക് ബിഹൈൻഡ് എ ഡോർ. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ എന്നാണ് അർത്ഥം. ഡോറിൻ്റെ പുറകിൽ നോക്കി. ഐ ലുക്ക് ഇൻസൈഡ് എ കബോർഡ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്. കബോർഡിന് അകത്ത്, അലമാരയ്ക്കകത്ത് ഞാൻ നോക്കി. ഐ ലുക്ക് അണ്ടർ എ ബെഡ്. ഞാൻ ബെഡിന് അടിയിൽ, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ നോക്കി. ഐ കുഡ് നോട്ട് ഫൈൻഡ് എനിവെയർ. ഞാനതെങ്ങും കണ്ടില്ല. ദെൻ ഐ കോൾഡ് ഔട്ട്. ഞാൻ വിളിച്ചു. ആരെയാണ്? ഷീരുവിനെ ഞാൻ വിളിച്ചു. ഷീരു മൈ ഡോഗ് കെയിം റണ്ണിങ് ടു മീ. ഞാൻ വിളിക്കുന്ന കേട്ടപ്പോൾ എൻ്റെ ഡോഗ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഐ ആസ്ക്ഡ് ഹിം ടു ലുക്ക് ഫോർ മൈ ബുക്ക്. എൻ്റെ ബുക്ക് നോക്കിയെടുക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. ഹി പുൾഡ് ഔട്ട് അനദർ ബുക്ക് ഫ്രം മൈ ബാഗ്. പക്ഷെ അവൻ എന്താ ചെയ്തത്? എൻ്റെ ബാഗിൽ നിന്നും വേറൊരു ബുക്ക് പുൾ ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വലിച്ചെടുത്തു. ഇവിടെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. ഈ ക്ലോക്കിനെ ബേസ് ചെയ്ത് ഒരു സെൻറ്റൻസ് ചെയ്ത് അതിൻ്റെ ഒരു സൗണ്ട്, ക്ലോക്ക് എന്നല്ലാതെ വേറൊരു വേർഡ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരയ്ക്കാം. വേർഡ് ഇൻ യുവർ ലാംഗ്വേജ്. അതായത് ക്ലോക്കിന് നമ്മുടെ ലാംഗ്വേജിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ എന്ത് പറയാം, ഡിഫറെൻറ്റ് പാർട്സ് ഓർ ടൈമോ പാർട്സോ ഒക്കെ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമുക്ക് ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ലാംഗ്വേജിൽ ഘടികാരം, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഘടികാരം എന്നാണ് ക്ലോക്കിന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു മോർണിംഗ് പിക്ചർ കൊടുത്തിട്ടുണ്ട്.
പ്രഭാതം, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ നമ്മൾ ക്ലോക്കിനെ കുറിച്ച് ഇതേപോലെ നമുക്ക് എഴുതാം. ഇത് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. എന്തൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്? ഡേ ടൈം, സൺറൈസ്, ബേർഡ്സ്, സണ്ണ്, ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നുള്ള അർത്ഥം. മോർണിംഗിൻ്റെ വേറൊരു വേർഡാണ് ഡേ ലൈറ്റ്. ഇത്രയുമാണ് നമുക്ക് ഈ ലെസണെ ബേസ് ചെയ്തുള്ളത്. താങ്ക് യു വെരി മച്ച്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ലെസണുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ.